ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB ALP എക്സാമിലെ CBT 1 ഫസ്റ്റ് എക്സാമിൽ നമ്മൾ റീസണിങ്ങിൻ്റെ സെക്കൻഡ് ഷിഫ്റ്റിൽ ചോദിച്ച റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നോക്കുന്നത്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് ഇന്നലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി കണ്ടിട്ട് വരാം. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ചേർക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി മാത്സും GK എല്ലാം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഡേയുടെ മാത്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കാണാത്തവർ പോയി കാണാം. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസും നോട്ട്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇത് സെക്കൻഡ് ഷിഫ്റ്റിൽ ചോദിച്ചാണ് കേട്ടോ. ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. KB, W, J, M, Z, Z, G are related in a certain way based on the English alphabetical order. Similarly, OXCD is related to QBFA. Following the same logic, STIX is related to which of the following options? അപ്പോൾ ഇതെന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് നോക്കാം അല്ലേ. KLM ആണ്, OPQ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? STU ആയിരിക്കും അല്ലെ. STU ആയിരിക്കും. ഓക്കെ, അപ്പൊ യു നമുക്ക് യു കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ എന്താണ്? URLU മാത്രമേ അവിടെയുള്ളൂ അല്ലെ. URLU മാത്രമേ അവിടെയുള്ളൂ. അപ്പൊ നമുക്ക് ആൻസർ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടൈം സേവ് ചെയ്യേണ്ടത്. നമുക്ക് കൺഫേം ആയിട്ട് ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് നോക്കി നിൽക്കരുത്, വേഗം തന്നെ ചെയ്യുക. കാരണം ഇനി ബാക്കിയുള്ളത് ചെയ്ത് വരുമ്പോഴത്തേക്കും അത്രയും സമയം വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ആർഗോട്ട് ഗ്രാഫ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് തന്നെ നമുക്ക് നോക്കാം അല്ലെ. ആർഗോട്ടിലും ഗ്രാഫ്റ്റിലും എന്തുണ്ട്? ARG ഉണ്ട്, T ഉണ്ട്, GRA ഉണ്ട്, T ഉണ്ട്. ഓയും എഫും മാത്രമാണ് അവിടെ ഡിഫറെന്റ്. നമ്മളോട് എഫിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഏതൊക്കെയുണ്ട്? 2 4 9 7 3 അല്ലെ. ഇവിടെ 2 4 9 7 3 3 ഇല്ല അല്ലെ. 3 ഇല്ല, 4 ഉണ്ട്. 2 9 7 4 ആണുള്ളത്. ഇവിടത്തെ 3യും ഇവിടത്തെ 1ഉം ആണുള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എഫ് ആണ്. ഗ്രാഫ്റ്റിലാണ് എഫ് ഉള്ളത്. അപ്പൊ എഫിന്റെ വേർഡ് എന്താണ്? 3 ആണ്. ഓപ്ഷൻ സി 3 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ഈച്ച് ലെറ്റർ ഓഫ് ദ വേർഡ് ടൈപ്പിംഗ് ഇസ്, ഇപ്പൊ ഇത് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരേ പാറ്റേൺ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിലെ വേർഡ്സ് മാത്രമേ ഡിഫറെന്റ് ആവുന്നുള്ളൂ. ടൈപ്പിംഗ് ഈസ് replaced by the letter immediately preceding in the English alphabetical order and the new group thus formed is rearranged in the English alphabetical order. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ടൈപ്പിങ്ങിന്റെ പ്രിസീഡിങ് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് അല്ലെ, അതായത് തൊട്ട് മുന്നേ വരുന്നത്. അപ്പൊ ടൈപ്പിങ്ങിന്റെ തൊട്ട് മുന്നേ ST, YXY, OP, HI, MN, FG. ഇനി ഇതിനെ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം അല്ലെ. FHMOSX. ഇനി എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? റൈറ്റിൽ നിന്നും ആദ്യത്തെ ലെറ്റർ ഏതാണ്? X ആണ് അല്ലെ. റൈറ്റിൽ നിന്നും ആദ്യത്തെ ലെറ്റർ X ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാ വീഡിയോസിലെയും ക്വസ്റ്റ്യൻസ് വൃത്തിയായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വരുന്ന എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോക്കിയേ, ഇവിടെ നോക്ക്. PQR ST കഴിഞ്ഞിട്ട് U VW. അപ്പൊ ഇത് തന്നെയാണോ അടുത്തത് ഫോളോ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കണം അല്ലെ നമുക്ക്. എന്താണ്? BCD EFGHI. ഓക്കെ, അടുത്തതിൽ ഇത് രണ്ടും ഫോളോ ചെയ്തിരിക്കുന്നത് ഒരേ പാറ്റേൺ ആണ്. അപ്പൊ ഇതാണ് പാറ്റേൺ എന്ന് മനസ്സിലായി അല്ലേ. അടുത്തത് നോക്കാം നമുക്ക്.
ഐ ജെ ആണ് വരേണ്ടത്. ജെ ഇല്ല ഇവിടെ. അപ്പൊ നമ്മുടെ ഓഡ് വൺ ഔട്ട് ഏതാണ്? MSLH ആണ് ഓഡ് വൺ ഔട്ട്. ഓക്കെ, അടുത്തത് ഇഫ് എന്ത് ചെയ്യണം? 62 മൈനസ് എന്താണ്? ഇൻറ്റു ആണ്. 62 ഇൻറ്റു 2 ഡിവിഷൻ പ്ലസ് ആണ്. +7 പ്ലസ് എന്താണ്? -14 ഇൻറ്റു എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഡിവൈഡഡ് ബൈ 7 ആണ്. അപ്പൊ 62 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 124 എന്നാണ് കിട്ടുക. +7 മൈനസ് 2 എന്നാ കിട്ടുക. 124 + 7 എന്ന് പറഞ്ഞാൽ നമുക്ക് 131 എന്ന് കിട്ടും. -2 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 129 എന്നാണ് ആൻസർ കിട്ടുക. ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക, ആൻസർ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ ആണ്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് കിട്ടും നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ YW, ഇതെന്താണ് നോക്ക്? STUVWXY. അപ്പൊ എസിന് തൊട്ട് മുന്നേ വരുന്ന ഒരു വേർഡ് ആണ് അല്ലെ നമുക്ക് വേണ്ടത്. എന്താ വരിക? QRS അല്ലെ. അപ്പൊ Q ആണ് ഇവിടെ വരുന്നത്. QRS ആണ് വരുന്നത്. അടുത്തത് OPQ. അപ്പൊ ഓടെ MNO ആണ് അല്ലെ. അപ്പൊ എന്താണ്? M ആണ് ഇവിടെ വരിക. നമ്മുടെ ആൻസർ ഇത് അവിടെ ഇരിക്കുന്നു. QMK ആണ് ആൻസർ വരുന്നത്. ഓക്കെ, QMK എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അടുത്തത് if each consonant of the word master is replaced by the letter. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? മാസ്റ്റർ എന്നുള്ള വേർഡ് നമുക്ക് ഇവിടെ എഴുതി വെക്കാം. എന്നിട്ട് അതിനകത്ത് എന്താ ചോദിക്കുന്നത്? കൺസണന്റ് എന്താ ചെയ്യണത്? പ്രിസീഡിങ് ലെറ്റർ വെച്ചിട്ടും വവൽ എന്താ ചെയ്തിരിക്കുന്നത്? ഇമീഡിയറ്റ്ലി ഫോളോവിങ് ലെറ്റർ വെച്ചിട്ടുമാണ്. എന്നിട്ട് ഫോം ചെയ്യുന്ന വേർഡിൽ എത്ര കൺസണൻസ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വവൽസ് ഏതാണ്? എയും ഇയും മാത്രമേ വവൽസ് ഉള്ളൂ. അപ്പൊ ABEF എന്ന് നമുക്ക് എഴുതാം. ഇനി MN. ഓക്കെ, അപ്പൊ എന്താണ്? എമ്മിന് തൊട്ട് മുന്നേ LM ആണ്, RS ആണ്, ST ആണ്, QR ആണ്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? കൺസണൻസ് എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇതിനകത്ത് എല്ലാം കൺസണൻസ് ആണ്. AEIOU. അതിൽ ഏതെങ്കിലും ഒരു വർക്ക് ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ 6 കൺസണൻസ് ആണ് നമുക്ക് ഫോം ചെയ്യണത്. ഓക്കെ, അപ്പൊ കൺസണൻസും വവൽസും ഉള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുണ്ട്. ഇനി സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൾ ലെമൺസ് ആർ പൊട്ടറ്റോസ്. എല്ലാ ലെമണും എന്താണ്? പൊട്ടറ്റോ ആണ്. ചില ലെമൺസ് എന്താണ്? പപ്പായ ആണ്. ഓക്കെ, അപ്പൊ സം പൊട്ടറ്റോസ് ആർ പപ്പായാസ്. ശരിയാണ് അല്ലെ. ഓൾ പപ്പായാസ് ആർ പൊട്ടറ്റോസ്. നോ. അപ്പൊ എന്താണ്? കൺക്ലൂഷൻ 1 മാത്രമേ അവിടെ ഫോളോ ചെയ്യുള്ളൂ. കൺക്ലൂഷൻ 1 മാത്രമേ അവിടെ ഫോളോ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അടുത്തത് നളിൻ സ്റ്റാർട്ട്സ് ഫ്രം പോയിന്റ് V and travels 8 kilometer towards north. 8 കിലോമീറ്റർ നോർത്തിലേക്ക് പോയി. Then he turned right and travels 23 kilometer. ഇങ്ങോട്ട് പോയി. അപ്പൊ ഇങ്ങനെ ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? റൈറ്റിലേക്ക് ഒരു 21 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. ദെൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ലെഫ്റ്റിലേക്ക് ഒരു 14 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് എഗെയിൻ ഒരു 21 കിലോമീറ്റർ പോയിട്ട് എന്ത് ചെയ്തു? സെഡിൽ സ്റ്റോപ്പ് ചെയ്തു. ഇനി Y എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്താൻ നളിനി എത്ര ദൂരം ട്രാവൽ ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, Y എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്താനായിട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതാ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഡിസ്റ്റൻസ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്കത് 37 കിലോമീറ്റർ ടുവാർഡ്സ് വെസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കുക. 37 അല്ല ഈ ഓപ്ഷനിൽ വേറെ ഏതെങ്കിലും ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നാണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയുക. 37 ആണ് ഞാൻ ചെയ്ത് നോക്കിയപ്പോ എനിക്ക് കിട്ടിയ ആൻസർ. ഓക്കെ, ഇനി എന്താണ്? ഒരു റോയില് നോർത്തിലേക്ക് ഫേസ് ചെയ്ത് 7 പേര് ഇരിക്കുന്നുണ്ട്. 1 2 3 4 5 6 7 7 പേര് ഇരിക്കുന്നുണ്ട്. ഇനി എന്താ പറയണത്? ഓൺലി 5 persons ആർ സിറ്റിംഗ് ബിറ്റ്വീൻ C ആൻഡ് D. സിയുടെയും ഡിയുടെയും ഇടയിൽ 5 പേരുണ്ട്. ഇവിടെ നോക്ക്, G is sitting immediate right of C. അപ്പൊ സിക്ക് റൈറ്റ് വരണമെങ്കിൽ C ഇവിടെ ആയിരിക്കണം, D ഇവിടെ ആയിരിക്കണം, G ഇവിടെയും ഉണ്ട്. ഓക്കെ, B is sitting third to the right end. റൈറ്റ് എൻഡിൽ നിന്ന് തേർഡ് ആയിട്ടാണ് ആരിയ്ക്കുന്നത്? B ഇരിക്കുന്നത്. ഇനി എന്താണ്? E is sitting third to the right of A. എയുടെ റൈറ്റ് സൈഡിലേക്ക് തേർഡ് ആയിട്ടാണ് ആരിയ്ക്കുന്നത്? E ഇരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ഇവിടെ
എഫ് മാത്രമേ ബാക്കിയുള്ളൂ. ഹൗ മെനി പേഴ്സൺസ് ആർ സിറ്റിംഗ് ബിറ്റ്വീൻ ജി ആൻഡ് എഫ്? ജിയുടെയും എഫിന്റെയും ഇടയിൽ ഒരാൾ മാത്രമേ ഇരിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് തന്നെ നമുക്ക് എന്തിനും പ്രതീക്ഷിക്കാം. ഇനി വരുന്ന എക്സാംസിനും ഇങ്ങനെ തന്നെ ആയിരിക്കും മാത്സും റീസണിങ്ങും ഒക്കെ പാറ്റേൺ ഫോളോ ചെയ്യണത് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എക്സ് ഇസ് ടു 128 ഇത് ഒരു കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊക്കെയോ വലിയ സംഭവങ്ങളാണെന്ന്. ഒന്നുമില്ല. 1 + 2 + 8 എത്രയാ? 11 ആണ്. 1 + 4 + 6 എത്രയാ? 11 ആണ്. ഈ തന്നിരിക്കുന്നതില് ഡിജിറ്റിന്റെ സമ്മ് 11 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക, അതെടുത്ത് എഴുതുക. ആദ്യം തന്നെ നമുക്ക് കിട്ടും 1 + 6 + 4 = 11, 9 + 2 = 11. നമ്മുടെ ആൻസർ ഇതാണ്. ഓക്കെ, ബാക്കിയുള്ളതൊന്നും ഈ ഒരു ഡിജിറ്റിന്റെ സമ്മ് എന്ത് വരില്ല? 11 വരില്ല. ഓക്കെ, അപ്പൊ വലിയ കാര്യഗംഭീരമായിട്ട് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ലോജിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ ആൻസേഴ്സ് ഒക്കെ കിട്ടും. അടുത്തത്, സം ജിറാഫ്സ് ആർ റൈനോസേഴ്സ്. ചില ജിറാഫുകൾ എന്താണ്? റൈനോസർ ആണ് അല്ലെ. ഇനി എല്ലാ റൈനോസേഴ്സും എന്താണ്? ടൈഗർ ആണ്. സം ടൈഗേഴ്സ് ആർ ജിറാഫ്. ശരിയാണ്. ഓൾ ടൈഗേഴ്സ് ആർ റൈനോസേഴ്സ് അല്ല. അപ്പൊ എന്താണ്? കൺക്ലൂഷൻ 1 മാത്രമേ അവിടെ ലോജിക്കലി ഫോളോ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7 ബോക്സസ്. ഇതൊക്കെ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മൾ ഇത് കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ ഇത് തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. 7 എണ്ണം. 1 2 3 4 5 6 7. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കണേ? എഫ് ഈസ് പ്ലേസ്ഡ് തേർഡ് ഫ്രം ദ ടോപ്പ്. ടോപ്പിൽ നിന്നും മൂന്നാമതായിട്ടാണ് ആരിയ്ക്കണത്? എഫ് ഇരിക്കണത്. ഇനി ബിയുടെയും ജിയുടെയും ഇടയിൽ എത്ര ബോക്സസ് ഉണ്ട് എന്നാ പറയണത്? 2 എണ്ണം ഉണ്ട് എന്നാ പറയണത്. എന്ന് വെച്ചിട്ട് നമുക്ക് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഡി ഈസ് പ്ലേസ്ഡ് ജസ്റ്റ് എബോവ് ജി. ജിയുടെ തൊട്ട് മേലെ ആയിരിക്കണം ആര്? ഡി ഉണ്ടാവേണ്ടത്. ഇയുടെയും എയുടെയും ഇടയിൽ 3 ബോക്സ് വരണം. എഫിന്റെ മുകളിലാണ് ഡി. ഇ എന്തല്ല? ടോപ്പ് മോസ്റ്റ് പൊസിഷനിലല്ല ഈ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി എന്ത് വേണം? ബിയുടെയും ജിയുടെയും ഇടയിൽ 2 ബോക്സ് വേണം അല്ലെ. ബി ആൻഡ് ജി 2 ബോക്സ് ഇവിടെ വരുമ്പോ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ജിയുടെ മേലെ നമുക്ക് ഡി പ്ലേസ് ചെയ്യാനുള്ള ഗ്യാപ്പ് കൂടെ വേണം. ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ ജി ഡി ഇവിടെ വരും, പക്ഷെ ബാക്കിയുള്ളത് കറക്റ്റ് ആവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ബിയും ഇവിടെ ജിയും കൊടുക്കാം, ഇവിടെ ഡിനെയും കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് പ്ലേസ് ആയി. ഇനി എന്താ പറയുന്നത്? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി, ഈ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയി. ഇനി ഒരെണ്ണേ ഉള്ളൂ. ഓൺലി 3 ബോക്സസ് ആർ പ്ലേസ്ഡ് ബിറ്റ്വീൻ ഇ ആൻഡ് എ. ഇയുടെയും എയുടെയും ഇടയിൽ. ഇ എന്താണ്? ടോപ്പ് മോസ്റ്റും അല്ല എന്ന് പറയുന്നത്. അപ്പൊ ഇ ഇവിടെയും എ ഇവിടെയും പ്ലേസ് ചെയ്ത് നോക്കുക. എ ബി ഇവിടെ സിയും കൊടുത്തു നോക്കുക. അപ്പൊ എല്ലാ കണ്ടീഷൻസും ഓക്കെ അല്ലേ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ടോപ്പിൽ നിന്നും 4th പൊസിഷനിൽ ഇരിക്കുന്നത് ആരാണ്? ബി ആണ് ടോപ്പിൽ നിന്നും 4th പൊസിഷനിൽ ഇരിക്കുന്ന ബോക്സ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, അതായത് റോയിൽ ഇരിക്കുന്നത്, ബോക്സ് അറേഞ്ച് ചെയ്യണത്, റൗണ്ട് ടേബിളിൽ ഇരിക്കുന്നത്, ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് വൃത്തിയായിട്ട് നോക്കുക. സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ 3-4 ക്വസ്റ്റ്യൻസ് ഓരോ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ബി സി ഡി ഇ എഫ്, ഇ എഫ് ജി എച്ച് ഐ. എന്ത് എളുപ്പമാണ് അല്ലെ. എഫ് ഐ കെ. ഓക്കെ, ഒരുപാട് വട്ടം ചുറ്റിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണ്ടേ? അതിനായിട്ടാണ് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് സർക്കുലർ ടേബിളിന്റെ റൗണ്ടില് അല്ലെ. എത്ര പേരാ ഉള്ളത്? 1 2 3 4 5 6 7. 7 പേരാണ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു റൗണ്ട് ടേബിൾ ഫിക്സ് ചെയ്തു. അതിനകത്ത് 7 മാർക്ക് ചെയ്തു. 1 2 3 4 5 6 7. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൺലി 1 person sits between V and L. വിയുടെയും എല്ലിന്റെയും ഇടയിൽ ഒരാളുണ്ട്. ഓൺലി 1 person sits between X and Y. എക്സിന്റെയും വൈയുടെയും ഇടയിൽ ഒരാളാണുള്ളത്. അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ. ആരാണെന്ന് നമുക്ക് നോക്കിയിട്ട് എവിടെ ഫിക്സ് ചെയ്യണമെന്ന് നോക്കാം. ആൻഡ് ഓൺലി 1 person sits between Z and V. സെഡിന്റെയും വിയുടെയും ഇടയിൽ ഒരാളേ ഉള്ളൂ. ഇനി എന്താണ്? ഓൺലി 1 person sits between P and Z. പിയുടെയും സെഡിന്റെയും ഇടയിൽ ഒരാൾ. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള പ്ലേസുകളിൽ നോക്കിയിട്ട് ബാക്കിയുള്ളത് അറേഞ്ച് ചെയ്യാം അല്ലെ. എക്സിന്റെയും വൈയുടെയും ഇടയിൽ ഒരാളുണ്ട്. 2 പേരുണ്ട്. ആരുടെ ഇടയിൽ? ആറിനും എക്സിനും ഇടയിൽ 2 പേരുണ്ട്. ഓക്കെ, അപ്പോ 2 പേര് അവിടെ ഉണ്ട്.
ദെൻ പിയുടെയും സെഡിന്റെയും ഇടയിൽ ഒരാളാണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എക്സിന്റെയും വൈയുടെയും ഇടയിൽ ഒരാളെന്ന് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്തു. ഇനി എക്സിന്റെയും ആറിന്റെയും ഇടയിൽ രണ്ടുപേര്, അപ്പൊ ആറ് ഇവിടെ ഫിക്സ് ചെയ്താൽ കറക്റ്റ് ആവില്ലേ? എക്സിനും ആറിനും ഇടയിൽ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വൈയുടെ റൈറ്റിലും ലെഫ്റ്റിലും ഇരിക്കുന്നത് ആരൊക്കെയാണ്? സെഡും വിയുമാണ് വൈയുടെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ഇരിക്കുന്ന രണ്ടുപേര്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വൃത്തിയായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ് പഠിച്ചു വെച്ചിട്ട് പോവുക, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് ഈസ് ടു 125. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ നോക്കുക. 11 സ്ക്വയർ എന്താണ്? 121 ആണ്. പ്ലസ് 4 ആണ് 125 എന്ന് പറയുന്നത്. അപ്പൊ 13 സ്ക്വയർ എന്താണ്? 169 ആണ് അല്ലെ. പ്ലസ് 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 173 എന്ന് വരും. വരുന്നുണ്ടോ അങ്ങനെ ഒരു ഓപ്ഷൻ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നമ്മുടെ ആൻസർ എന്താണ്? x is equal to 11, y is equal to 173. ഓക്കെ, അപ്പൊ ഇതൊക്കെ സിമ്പിൾ ലോജിക് ആണ്. കുറച്ചധികം തവണ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് LP എക്സാം നടന്നിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇനി വരുന്ന എക്സാംസും ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഫെൻഡ് 9735, ഫ്യൂഡ് 3769. അപ്പൊ ഇവിടെ എന്താണ്? ഇതിനകത്തുനിന്ന് എന്നും അതിനകത്തൊരു യു ആണുള്ളത്. നമ്മളോട് യുടെ ആണ് ചോദിച്ചിരിക്കുന്നത്. ഉള്ള ലെറ്റേഴ്സ് ഏതാണ്? 9 ഉണ്ട്, 7 ഉണ്ട് രണ്ടിടത്തും, 3 ഉണ്ട് രണ്ടിടത്തും. അപ്പൊ യു എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ് യുടെ ലെറ്റർ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് അധികം ടൈം എടുക്കാണ്ട് വേഗം വേഗം ചെയ്ത് പോയി കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സീറ്റിംഗ് അറേഞ്ച്മെന്റ് പോലെ വരുന്നത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, അതുപോലെ മാത്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് സേവ് ചെയ്യുന്ന ടൈം നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, how many such symbols are there in the series, each of which are immediately preceded by a number and also immediately followed by a number? രണ്ട് നമ്പേഴ്സിന് ഇടയിൽ നിൽക്കുന്ന എത്ര സിമ്പിൾസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാ ഇവിടെ ഒരെണ്ണം ഇരിക്കുന്നുണ്ട്, ഇവിടെ ഒരെണ്ണം ഇരിക്കുന്നുണ്ട്, ഇവിടെ ഒരെണ്ണം ഇരിക്കുന്നുണ്ട്, ഇവിടെയും ഒരെണ്ണം ഇരിക്കുന്നുണ്ട്. അപ്പൊ മൊത്തം എത്ര ഉണ്ട്? 1 2 3 4, 4 സിമ്പിൾസ് ആണ് ഇരിക്കുന്നത്. അങ്ങനെ ഓക്കെ, 4 സിമ്പിൾസ് ഉണ്ട്. രണ്ട് നമ്പേഴ്സിന്റെ ഇടയിൽ ഇരിക്കുന്ന 4 സിമ്പിൾസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 361, 348, 335, 322, 309. ഇത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു റിലേഷൻ നമുക്ക് കിട്ടും. ഒന്നുമില്ല, എല്ലാ നമ്പേഴ്സും -3 ചെയ്താൽ മതി. 309 -3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 296 എന്നാണ്. സോ നമ്മുടെ ആൻസർ എന്താണ്? 296. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. CDE FGHIJK, നോക്കുമ്പോ എല്ലാം കെ ആണ് അല്ലെ. ഓക്കെ, GHIJKLMNO, ഇതില്ല, ബാക്കിയെല്ലാം ഉണ്ട്. MNOPQRSTU ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് RRB ALP ഫസ്റ്റ് ഡേയിലെ സെക്കൻഡ് ഷിഫ്റ്റിൽ ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പം ഇന്നലെ നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ സെക്കൻഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇത് രണ്ടും ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യവും എനിക്ക് മനസ്സിലായ കാര്യവും എന്താന്ന് വെച്ചാൽ, ഒരേ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിനി വരുന്ന ഷിഫ്റ്റുകളിൽ എങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, വരുന്ന ഡേയ്സിൽ എങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു പാറ്റേൺ ഫോളോ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ആ ഒരു പാറ്റേൺ നമ്മൾ പ്രതീക്ഷിച്ച് ആ ഒരു രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇനി വരുന്ന RRBയുടെ എക്സാംസും നല്ല രീതിയിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ലൈക്ക് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക. അതിനൊരു മടിയും വിചാരിക്കരുത്. എത്ര ക്വസ്റ്റ്യൻസ് കിട്ടിയാലും എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്ത് അത് പെർഫെക്റ്റ് ആക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അത്രയും നമുക്ക് എന്താണ് കാണുമ്പോൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് അത്രയും ടൈം സേവ് ചെയ്ത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. കാരണം GK നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. GK ഏത് രീതിയിൽ വരും, ഏത് ലെവലിൽ വരും. വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന GKയിൽ എല്ലാം ചിലപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടാവണം എന്നില്ല. അപ്പൊ GKയിൽ ഒരിക്കലും നമുക്ക് 100% മാർക്ക് ഗ്യാരണ്ടി തരാനും പറ്റില്ല. പക്ഷെ നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുന്ന
ഒരു ടോപ്പിക്കാണ് റീസണിങ് എന്ന് പറയുന്നത്. ആലോചിച്ച് കൃത്യമായി വർക്കൗട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് പോലും കുറയാണ്ട് നമുക്ക് എവിടെ വാങ്ങാൻ പറ്റും? റീസണിങ്ങിൽ വാങ്ങാൻ പറ്റും. മാത്സിലും ഞാൻ അത്രയും പറയുന്നില്ല, കാരണം ചിലപ്പോൾ നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് മാത്സ് പ്രശ്നങ്ങൾ വരാറുണ്ട്. നല്ലപോലെ വർക്കൗട്ട് ചെയ്ത ഒരാൾക്ക് കാൽക്കുലേഷൻ സ്പീഡൊക്കെ ഇൻക്രീസ് ചെയ്ത് ട്രിക്സ് സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്ത് എങ്ങനെ ആൻസർ ചെയ്യണം എന്ന് അറിയാവുന്ന ഒരാൾക്ക് മാത്സിലും എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ സ്കോർ തന്നെ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ GK ഒരിക്കലും ആരും എവിടെയും ഒരു ഉറപ്പും പറയാത്ത, ഒരു ഗ്യാരണ്ടി പറയാത്ത, നമുക്ക് മാർക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഇപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ് എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് GK-യിലാണ് പോയത്, മാത്സും റീസണിങ്ങും ഞാൻ പക്ക ആണ്, എനിക്ക് ഫുൾ മാർക്ക് കിട്ടും എന്ന് നിങ്ങൾ പറയുന്ന സമയം ഏതാണോ ആ സമയം നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾ എന്ത് വരും? റാങ്ക് ലിസ്റ്റിൽ വരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനും ഇങ്ങനെ തന്നെയാണ് റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരാളാണ്. എന്താ പറയുക, GK എനിക്ക് അത്രയും സെറ്റ് ആയിരുന്നില്ല, ഇപ്പൊ പതിയെ സെറ്റ് ആയിക്കൊണ്ട് വരുന്നുണ്ട്, അത്യാവശ്യം സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. മാത്സും റീസണിങ്ങും ആയിരുന്നു എൻ്റെ സ്ട്രോങ് പോയിന്റ്, GK എന്നും എൻ്റെ വീക്ക് പോയിന്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ അങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാ റാങ്ക് ലിസ്റ്റിൽ വന്നതും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം വർക്കൗട്ട് ചെയ്യുക. എത്ര പ്രോബ്ലംസ് കിട്ടിയാലും എന്ത് ചെയ്യുക? അത് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.